ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ ഗുവൽവാർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സെനഗലീസ് ഡയറക്ടർ ഉസ്മാൻ സെംബേൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മളിവിടെ ആ സിനിമയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെ ഒരു നോട്ടുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. പിയേഴ്സ് യങ്ങർ സൺ announces the news of his father's death to the family. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ അയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് അയാളുടെ പിതാവ് മരണപ്പെട്ടു എന്നുള്ള കാര്യം അയാളുടെ വീട്ടുകാരെ അറിയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു മരണവാർത്തയോട് ആളുകൾ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെയും നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. We learned that he was a political activist, Christian by religion, and was possibly attacked and killed. തുടർന്നുള്ള രംഗങ്ങളിലും അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അയാളൊരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും ആളുകളെ ലീഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യവും അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ ആക്ടിവിസം കാരണം കൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടതാകും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. ദ ഫാമിലി മോൺസ് ആൻഡ് പ്രിപ്പേഴ്സ് ഫോർ ദ ഫ്യൂണറൽ. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ അവരുടെ ദുഃഖാചരണവും അതുപോലെ തന്നെ ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവിടെ ചെയ്യുകയാണ്. റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അറൈവ് ഫോർ ദ ഫ്യൂണറൽ, ബ്രിങ്ങിങ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ഫീസ്റ്റ്. പിന്നീട് വരുന്ന രംഗത്തിൽ നമ്മൾ കാണുന്നത് ഈ മരണപ്പെട്ട ആളുടെ ബന്ധു മിത്രാദികൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്. നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തുള്ളൊരു ലീഡറും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും ആയത് കാരണം കൊണ്ട് അങ്ങനെ കമ്മ്യൂണിറ്റി ലീഡേഴ്സൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ആഫ്രിക്കൻ കൾച്ചറിൻ്റെ ചില കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഈ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ഈ ഫ്യൂണറലിന് ശേഷം നടക്കാൻ പോകുന്ന ഈ സദ്യക്ക് അവരുടെ കോൺട്രിബ്യൂഷനുമായിട്ടാണ് വരുന്നത്. ചില ആളുകൾ പച്ചക്കറി കൊണ്ടുവരുന്നുണ്ട്, ചില ആളുകൾ ചിക്കനാണ് കൊണ്ടുവരുന്നത്. ആ രീതിയിൽ ഓരോ ആളുകളും അവരുടെ കോൺട്രിബ്യൂഷനും കൊണ്ടാണ് ഈ ചടങ്ങിന് വരുന്നത് എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. However, there is a delay as the younger son tells the priest that they couldn't find the body in the hospital morgue. പക്ഷേ ഈ നിശ്ചയിച്ച സമയത്ത് ഫ്യൂണറൽ നടക്കുന്നില്ല. ഈ മകൻ ആണെന്നിട്ട് അവസാനം ഈ പ്രീസ്റ്റിൻ്റെ അടുത്ത്, പുരോഹിതൻ്റെ അടുത്ത് പറയുന്നത് ഇവർ ഹോസ്പിറ്റലിലേക്ക് ഈ മൃതശരീരം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടുത്തെ മോർച്ചറിക്കകത്ത് ഈ ഡെഡ് ബോഡി കാണുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. പാർട്ട് 2. പിയേഴ്സ് എൽഡർ സൺ who has come back from France is at the police station to file a complaint. അപ്പോൾ തുടർന്ന് ഈ മൃതശരീരം കാണാതായത് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ എൽഡർ സൺ, അയാളുടെ മൂത്ത മകൻ, ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ മകനാണെങ്കിൽ ഫ്രാൻസിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്നാണ് അയാൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. The police officer remembers Pierre as a fierce man who had once come to file a complaint. അപ്പോൾ പോലീസുകാരന് ഈ മരണപ്പെട്ട വ്യക്തിയെ ഓർമ്മയുണ്ട്. ആളൊരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, സമൂഹത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവിടെ വന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഇങ്ങനെ പല ക്യാരക്ടേഴ്സും ഈ പിയറിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്നാണ് നമുക്ക് ഈ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം ഫ്ലാഷ് ബാക്കുകൾ നമുക്ക് ഈ സിനിമയിൽ വീണ്ടും ഇതുപോലെ പലയിടങ്ങളിൽ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. The police officer and the elder son go to the hospital and find out there was a mix-up. അങ്ങനെ ഈ പോലീസുകാരനും ഈ മകനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകും. അവിടെ പോയിട്ട് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം അവർ മനസ്സിലാക്കും. ഹിസ് ബോഡി വാസ് ഗിവൺ ടു എ മുസ്ലിം ഫാമിലി ഫോളോവിങ് എ മിസ്റ്റേക്ക്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ മൃതദേഹത്തിന് പകരം ഈ പിയറിൻ്റെ മൃതദേഹമാണ് വിട്ടുകൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ആ മൃതദേഹം അവിടെ കാണാതായിട്ടുള്ളത്. ദ പോലീസ് ഓഫീസർ ആൻഡ് ദി എൽഡർ സൺ വിസിറ്റ് ദ മുസ്ലിം മാൻസ് വില്ലേജ് ആൻഡ് കൺഫേം ഇറ്റ്സ് പിയേഴ്സ് റിലീസ് പേപ്പർ ദേ ഹാവ് വിത്ത് ഹിം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ മരണപ്പെട്ട മറ്റു വ്യക്തിയുടെ വീട്ടിലേക്ക്, ആ നാട്ടിലേക്ക് അവർ പോകും. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഒരു വില്ലേജിലെ ചീഫായിട്ടുള്ള ഒരാളുണ്ട്. നമ്മുടെ ആഫ്രിക്കൻ ഗ്രാമങ്ങളുടെ ഒരു സിറ്റുവേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഇതുപോലെ ഒരു വില്ലേജ് ചീഫ് എന്നുള്ളൊരു ആൾ വരുന്നുണ്ട്. അപ്പോൾ അയാളെ ഇവർ ചെന്ന് കാണും. അതിനുശേഷം ആ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് പോകും.
അവിടെ ചെന്നിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ള പേപ്പറൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ പിയറിൻ്റെ പേപ്പറാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷെ അവർക്ക് എഴുത്തും വായനയൊന്നും അറിയാത്ത കാരണം കൊണ്ട് അവർ ആ പേപ്പർ അങ്ങനെ തന്നെ വാങ്ങി മടക്കി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പിയറിൻ്റെ മൃതദേഹമാണ് ഇവർ സംസ്കരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കും. ദേ ഓൾസോ ഡിഡ്ന്റ് സീ ദ ഫേസ് ബിക്കോസ് ഹി വാസ് ബറീഡ് അറ്റ് നൈറ്റ്. പിന്നെ നമുക്ക് വരുന്ന ഒരു സംശയമാണ്, വേറൊരാളുടെ മൃതദേഹം കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന സമയത്ത് ഈ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾക്ക് അയാളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് അവിടെ ഒരു വിശദീകരണം വരുന്നുണ്ട്. അവർ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നേരം ഒരുപാട് വൈകിയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ അവർക്ക് ഇത് തുണിയിൽ പൊതിഞ്ഞ് കിട്ടിയിട്ടുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് ഈ മൃതദേഹം കുളിപ്പിക്കുന്ന സമയത്തൊക്കെ രാത്രി ആയത് കാരണം കൊണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തൊരു ഗ്രാമമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. However, they are adamant that it's the right body and refuse to dig up the grave for religious reasons. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പേപ്പർ കാണിച്ചിട്ടൊന്നും കാര്യമില്ല, അവർ എഴുത്തിനും വായനയും അറിയാത്ത ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ അടക്കം ചെയ്തിട്ടുള്ള ഒരാളുടെ മൃതദേഹം അവിടെ നിന്ന് വീണ്ടും എടുക്കുക എന്ന് പറയുന്നത് മതപരമായിട്ട് ശരിയല്ല എന്നുള്ള രീതിയിൽ, അത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. They have to return and the villagers threaten their chief to stand by them. അതിനുശേഷം ഈ മകനും പോലീസുകാരനും അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ പോയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞൊരു വില്ലേജ് ചീഫ് എന്നുള്ള ഒരാളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മരിച്ച ആളുടെ ബന്ധുക്കളൊക്കെ ചെന്നിട്ട് വില്ലേജ് ചീഫിൻ്റെ അടുത്ത് നിന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അഴിമതി ചെയ്യുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം, അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങളത് പ്രശ്നമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അയാളെ വേണ്ടി വന്നാൽ മർദ്ദിക്കും എന്നുള്ള രീതിയിൽ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യമാണ് ഈ വില്ലേജ് ചീഫിൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഈ പോലീസുകാരനും അതുപോലെ തന്നെ ഈ പിയറിൻ്റെ മകനും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. പാർട്ട് 3. Back at Pierre's home, the feast has already started and they're worried about the missing body. അപ്പോൾ ഈ പിയറിൻ്റെ വീട്ടിലാണെങ്കിൽ ഇവർ ഈ ഫ്യൂണറലുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ആ സദ്യയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മൃതദേഹം കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും നേരം വൈകുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിയേഴ്സ് വൈഫ് റിമെമ്പേഴ്സ് ഹർ ഹസ്ബൻഡ് ആൻഡ് ഷീ റിവീൽസ് ദ പ്രോബ്ലംസ് ഇൻ ദ ഫാമിലി. അതിനുശേഷം നമ്മൾ കാണുന്നത് പിയറിൻ്റെ വൈഫ്, അവരാണെങ്കിൽ ഈ ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ മൃതശരീരം അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു കോട്ടും സൂട്ടും മാത്രം, അയാളുടെ കോട്ടും സൂട്ടും മാത്രം ഇങ്ങനെ ഒരു ആളുടെ പോലെ രൂപത്തിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അതിനോടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരത്തിൽ നിന്ന് അവരുടെ ഫാമിലിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ദി എൽഡർ സൺ ലിവ്സ് ഇൻ ഫ്രാൻസ് ആസ് എ ഫ്രഞ്ച് സിറ്റിസൺ. അവരുടെ മൂത്ത മകൻ ഫ്രാൻസിലാണ് ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അയാളൊരു ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രഞ്ച് പൗരനായിട്ടാണ് അയാൾ അവിടെ ജീവിക്കുന്നത്. ദ ഡോട്ടർ വർക്ക്സ് ആസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൊവൈഡ്സ് ഫോർ ദ ഫാമിലി. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇവർക്കൊരു മകളുണ്ട്. ആ മകള് ഇവരുടെ ഒരു ടൗണിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അവർ നേടുന്ന പണം കൊണ്ടുകൂടിയാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ദ യങ്ങർ സൺ ഈസ് ഹാൻഡിക്യാപ്ഡ് ആഫ്റ്റർ ഫോളിങ് ഫ്രം എ ട്രീ. ഇനി ഈ താഴെയുള്ള മകനാണെങ്കിൽ അയാൾ ഹാൻഡിക്യാപ്ഡ് ആണ്. അയാൾക്ക് കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ട്. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഒരു അപകടത്തിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വൈഫ് ഈ പിയറുമായിട്ട് മുമ്പ് നടന്നിട്ടുള്ള സംഭാഷണങ്ങളുടെ രംഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവർ തമ്മിലുള്ള ഈ സംഭാഷണങ്ങളിൽ നിന്നാണ് ഇത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ദർ ഇസ് എ സീൻ വെർ ദ പ്രീസ്റ്റ് ടോക്സ് ടു ദ ഡോട്ടേഴ്സ് ഫ്രണ്ട് ഹു ടോക്സ് അബൌട്ട് ഹൗ പോവർട്ടി ബ്രോട്ട് ടു ദി സ്റ്റേറ്റ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടൊരു സീൻ വരുന്നത് അവിടുത്തെ പുരോഹിതൻ, ഈ മകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ മകളുടെ ഒരു സുഹൃത്ത് അവിടേക്ക് വന്നിട്ടുണ്ട്. അവർ കുറച്ച് വസ്ത്രധാരണത്തിൽ കുറച്ച് ഒരു മരണ വീട്ടിലേക്ക് വരാൻ കഴിയുന്ന തരത്തിലുള്ള വസ്ത്രമല്ല അവർ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവരവരെ നോക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ പുരോഹിതൻ അവരോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പുരോഹിതൻ ഇവരോട് സംസാരിക്കുന്നുണ്ട്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു സംഭാഷണമായിട്ടാണ് നമ്മൾ കാണുന്നത്. പുരോഹിതൻ അവരെ വിധിക്കുകയോ അവർ ചെയ്യുന്ന തൊഴിലിനെ സംബന്ധിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മകളുടെ സുഹൃത്തിനും ഇതുപോലത്തെ ഒരു കഥ തന്നെയാണ് പറയാനുള്ളത്. വീട്ടിലുള്ള ദാരിദ്ര്യവും അതുപോലെ തന്നെ ഇവരിങ്ങനെ പണം കണ്ടെത്തുന്നതിൻ്റെ ഒരു ആവശ്യകത വന്നത് അവർ
പഠിച്ചതിന് ശേഷം ടൗണിലേക്ക് ജോലി അന്വേഷിച്ച് പോയതാണ്, പക്ഷെ ജോലിയൊന്നും കിട്ടാതെയാണ് അവർ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും ഈ സിനിമയിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള രംഗമായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദി എൽഡർ സൺ അറൈവ്സ് ആൻഡ് റിപ്പോർട്ട്സ് ദ സിറ്റുവേഷൻ. അങ്ങനെ ഈ മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള മറ്റ് മരിച്ച മനുഷ്യന്റെ ഗ്രാമത്തിലേക്ക് പോയിട്ടുള്ള ഇവരുടെ മൂത്ത മകൻ തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെ മൃതദേഹം അവിടെ മറ്റൊരു മതാചാര പ്രകാരം അടക്കം ചെയ്തിരിക്കുക എന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇയാള് പറയുന്നു. പാർട്ട് 4. ദ ഫാമിലി ആൻഡ് ദ ഹോൾ കമ്മ്യൂണിറ്റി ഗോ ടു ദ വില്ലേജ് ടു ടേക്ക് ദ ബോഡി ബാക്ക്. തുടർന്ന് അങ്ങോട്ട് ഈ പ്രശ്നങ്ങൾ ഗുരുതരമാവുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവരെ സംബന്ധിച്ചിട്ട് ഇവിടെ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റൊരു മതാചാര പ്രകാരം മറ്റൊരു മതത്തിന്റെ ശ്മശാനത്തിലാണ് അവരുടെ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം വരുന്നത്. അപ്പോൾ മൃതദേഹം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലെയും ഏറെക്കുറെ ആ നാട്ടുകാരെല്ലാം തന്നെ ആ ഗ്രാമത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. ദ പ്രീസ്റ്റ് വിത്ത് എ ഫ്യൂ അതേഴ്സ് ഗോസ് ടു മീറ്റ് ഹിസ് കൗണ്ടർ പാർട്ട് ആസ് അതേഴ്സ് വെയിറ്റ് ഔട്ട്സൈഡ് ദ ഗ്രേവ് യാർഡ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ പുരോഹിതനും അതുപോലെ തന്നെ കുടുംബത്തിലെ 2-3 ആളുകളും കൂടിയിട്ട് അവിടെയുള്ള വില്ലേജ് ചീഫ് ഉണ്ട് നമ്മൾ പറഞ്ഞു, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. വില്ലേജ് ചീഫിന്റെ കൂടെയാണെങ്കിൽ ഈ മുസ്ലിം മത വിശ്വാസിയിൽ പെട്ടിട്ടുള്ള ആ മരണപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങളും ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു ചർച്ച നടക്കുകയാണ്. ദ മീറ്റിംഗ് എസ്കലേറ്റ്സ് ടു വയലൻസ് ആൻഡ് ദ പ്രീസ്റ്റ് ഗെറ്റ്സ് ഹിറ്റ് ഓൺ ദ ഹെഡ്. പക്ഷേ ചർച്ചയിൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അവർ തമ്മിലൊരു തർക്കം ഉണ്ടാവുകയും ഒരു സംഘർഷം ഉണ്ടാവുന്ന സാഹചര്യമാണ്. ആ ഒരു സംഘർഷത്തിനകത്ത് നിന്നിട്ട് നമ്മുടെ പുരോഹിതന് ഒരു തലയ്ക്ക് അടി കിട്ടുകയും അയാളുടെ തല പൊട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. Both communities camp near the graveyard, but they wait for the imam and the governor. എന്നിട്ട് നമ്മൾ കാണുന്നത് ഈ 2 വിഭാഗം ആളുകളും ഈ വടിയും മറ്റു ആയുധങ്ങളൊക്കെ ആയിട്ട് ഏത് നിമിഷവും ഒരു കലാപം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആ ശ്മശാനത്തിന്റെ 2 വശങ്ങളിലായിട്ട് നിൽക്കുകയാണ്. തൽക്കാലത്തേക്ക് പള്ളിയിലെ ഇമാമ് വരാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവർണറെ വിളിക്കാനും ആളുകൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കലാപം ഉണ്ടാവാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ. Imam arrives. He talks to his counterparts in a traditional African way and wonders what's happening to the people. ഇമാമ് വരുന്നു. ഇമാമ ആദ്യം വന്നിട്ട് സ്വന്തം മതത്തിലെ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരിക്കുന്ന സമയത്ത് അവരിത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ഇമാമ് ഈ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ വളരെ ദേഷ്യത്തിലും രോഷത്തിലൊക്കെയാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇമാമ് പറയുന്നത് ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ പൂർവികർ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത് പരിഹരിച്ചത്, നമ്മുടെ ആ രീതികൾക്കൊക്കെ എന്ത് പറ്റി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നിട്ട് ഏറെക്കുറെ ഒരു ട്രഡീഷണൽ ആഫ്രിക്കൻ വേയിലാണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. അതായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന വടിയൊക്കെ നിലത്ത് വെച്ചിട്ട് അവരിങ്ങനെ നിലത്തിരുന്നുകൊണ്ട് ഇങ്ങനെ നേർക്കുനേർ നോക്കിക്കൊണ്ടുള്ള ഒരു സംഭാഷണമാണ് അവിടെ വരുന്നത്. ആ സംഭാഷണത്തിനകത്ത് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ഇവർ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിക്കകത്ത് നാട്ടിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇമാമിന് തുടക്കം മുതലേ ഒരു നിലപാട് തന്നെയാണുള്ളത്. മറ്റൊരാളുടെ മൃതദേഹമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് അത് കൊണ്ടുപോകാം എന്നുള്ള നിലപാട് തന്നെയാണ് ഇമാമ് തുടക്കം മുതൽ അവിടെ പറയുന്നത്. ഇമാം അഗ്രീസ് ടു ഡിഗ് ദ ഗ്രേവ് ബട്ട് ദ കമ്മ്യൂണിറ്റി റിഫ്യൂസസ് ടു ദ പോയിന്റ് ദർ ഡിസ്റെസ്പെക്ട് ദി ഇമാം. പക്ഷേ ഇമാമ് ഇങ്ങനെ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ഈ കുടുംബവുമായി സംസാരിച്ചതിന് ശേഷവും ഇമാമ് അവിടെ പോയിട്ട് പറയുന്നുണ്ട്, അതായത് രേഖകൾ പ്രകാരം എല്ലാം പ്രകാരം ഇത് വേറൊരാളാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരുടെ മൃതദേഹം വിട്ടുകൊടുക്കണം എന്നുള്ളതിലാണ് ഇമാം പറയുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഒരു കാരണവശാലും ഈ ശ്മശാനത്തിൽ കടക്കാനും അതുപോലെ തന്നെ അത് അവിടെ കുഴിക്കാനും അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു രംഗത്തിലൊക്കെ അവർ ഇമാമിനെ പോലും ബഹുമാനിക്കാത്ത രീതിയിലായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പാർട്ട് 5. The governor arrives along with the commissioner and they try to avoid a scandal. പിന്നീട് അവിടേക്ക് ഗവർണർ വരുന്നുണ്ട്. ഗവർണറുടെ കൂടെ പോലീസ് കമ്മീഷണർ ഉണ്ട്. അവർ അവിടെ ഒരു സ്കാൻഡൽ, ഒരു വിവാദം ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ഓൾറെഡി ഈ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. അയാളുടെ മരണത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. കാരണം അയാളുടെ നിലപാടുകൾ കാരണം കൊണ്ട് അയാളെ കൊല ചെയ്തതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വൻ വിവാദമാവും. അപ്പോൾ അത് അവരുടെ ഗവൺമെൻറ്റിനൊക്കെ വൻ ദോഷമാവുന്ന രീതിയിൽ എങ്ങനെയും ഈ പ്രശ്നം ഒതുക്കി തീർക്കണം എന്ന രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. The commissioner remembers Pierre as an activist giving a speech against the aid policy. We realize that's what brought his doom. അപ്പോൾ പിന്നീടാണ് നമ്മൾ ഈ സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തീം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീം അവിടെ കാണുന്നത്.
ഈ കമ്മീഷണർക്ക് ഈ പിയറിന് ഓർമ്മയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പിയറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഇതുപോലെ പല ക്യാരക്ടേഴ്സും ഓർത്തെടുക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലൂടെയാണ്. ഒരു പ്രസംഗത്തിന്റെ രംഗമാണ് നമ്മളവിടെ കാണുന്നത് ഈ എയ്ഡ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ ഇങ്ങനെ സഹായങ്ങളായിട്ട് ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അത്തരം സഹായങ്ങളൊക്കെ വാങ്ങുന്നത് അവരുടെ ഗവൺമെന്റിന്റെ വലിയ നേട്ടമാണ് എന്നുള്ള രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. രണ്ട് രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. ഒന്ന്, അങ്ങനെ ലഭിക്കുന്ന സഹായങ്ങൾ ഈ രാഷ്ട്രീയക്കാർ അഴിമതി ചെയ്തുകൊണ്ട്, ഉദ്യോഗസ്ഥന്മാരെ അഴിമതി ചെയ്തുകൊണ്ട് അവരുടെ പേരിലേക്ക് ആ സ്വത്ത് എടുക്കുന്നു അല്ലെങ്കിൽ പണം തട്ടുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം വരുന്നത്. രണ്ടാമത്, റാഡിക്കലായിട്ടുള്ള ഒരു നിലപാടാണ് ഈ പിയർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിന്റെ പ്രധാനമായിട്ടുള്ള നിലപാട് അതാണ്. അതായത് ഇത്തരം ഈ സഹായങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അത് അവരുടെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം സഹായങ്ങൾ ഇങ്ങനെ യാചിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങരുത്, സ്വന്തം രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ ഒരു നിലപാടിനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗത്തിന്റെ രംഗമൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ ഒരു പ്രസംഗത്തിന് ശേഷമാണ് ഇയാളുടെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഇയാളുടെ മരണത്തിന് കാരണമായിട്ടുള്ള കാര്യമൊക്കെ നമുക്കവിടെ മനസ്സിലാവുന്നുണ്ട്. മോർ പോലീസ് അറൈവ് ആൻഡ് ദി ഇമാം ഹിംസെൽഫ് ലീഡ്സ് ഡിഗിങ് അപ്പ് ദ ഗ്രേവ്. അതിനുശേഷം നമ്മുടെ ഈ പോലീസുകാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ കൂടുതൽ പോലീസുകാരെ അവിടെ കൊണ്ടുവരുന്ന ഒരു കലാപം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന രീതിയിൽ. അപ്പോൾ ആദ്യം ഈ പോലീസുകാരനാണ് ഈ ഗ്രേവ് അവിടെ കുഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ കുറേ മൃതശരീരങ്ങൾ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അതിലത്തെ ഏതാണ് ഈ പറയുന്ന വ്യക്തിയുടെ എന്നുള്ള കാര്യം അറിയാത്ത കാരണം കൊണ്ട് അയാൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇമാമ് നേരിട്ട് വന്നുകൊണ്ട് ഇമാമാണത് ലീഡ് ചെയ്തിട്ട് ആ മൃതശരീരം അവിടെ നിന്ന് എടുത്തിട്ട് ഈ അർഹതപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ദ ഗവർണർ കാംസ് ദ ക്രൗഡ് ബൈ ടെല്ലിംഗ് ദം ദേ ആർ സെൻഡിങ് ആൻ എയ്ഡ് ട്രക്ക് ടു ദ വില്ലേജ്. അതിനുശേഷം കുറേയൊക്കെ ഒരു സറ്റയറായിട്ട് ആക്ഷേപഹാസ്യമായിട്ടുള്ള പോലെ രംഗമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇവിടെ രോഷാകുലരായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇതുപോലെ എയ്ഡ് ട്രക്ക്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഭക്ഷണ പൊതികൾ ഞാൻ ഒരു വണ്ടിയിൽ ഇങ്ങോട്ട് ഇപ്പോൾ അയക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുകയും ഗവർണർക്ക് ജയ് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഓൺ ദർ വേ ബാക്ക് ദി എൻകൗണ്ടർ ആൻ എയ്ഡ് ട്രക്ക് വിച്ച് ഈസ് ഫോളോവേഴ്സ് വാൻഡലൈസ്. അതിനുശേഷം ഈ മൃതദേഹവുമായിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഈ പറയപ്പെട്ടിട്ടുള്ള ഈ എയ്ഡ് ട്രക്ക്, ഈ ഭക്ഷണ പൊതികളും കാര്യങ്ങളായിട്ട് വരുന്ന ഈ വാഹനം അവർ കാണുന്നു. അതവർ തടയുകയും അതിലുള്ള ഈ ഭക്ഷണ പൊതികളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ യാചിക്കേണ്ട ആളുകളല്ല, അങ്ങനെ യാചിച്ച് സഹായം വാങ്ങണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ മരണപ്പെട്ടിട്ടുള്ള പിയറിൻ്റെ നിലപാടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഈ പിയറിൻ്റെ കൂടെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് കാണുന്നത്. അപ്പോൾ ഇതിൽ പൊതുവിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്, ഒന്ന്, ആഫ്രിക്കയിലുള്ള ഈ ക്രിസ്ത്യൻ മുസ്ലിം മത വിശ്വാസികൾ തമ്മിലുള്ള ഏത് നിമിഷവും സംഘർഷം ഉണ്ടാവും എന്നുള്ളൊരു സാഹചര്യം. മറ്റൊന്ന്, ആഫ്രിക്കയിലെ ഗവൺമെൻറ് പോളിസിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ദാനം പോലെ ലഭിക്കുന്ന ഈ സഹായങ്ങൾ നേടിയെടുക്കുകയും അത് വലിയ നേട്ടമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പോളിസിയെ അവിടെ വിമർശിക്കുന്നുണ്ട്. അതായത് അങ്ങനെ യാചിക്കുകയല്ല വേണ്ടത്, തൻ്റെ നാട്ടിലെ കാര്യങ്ങൾ സ്വയം പര്യാപ്തതയിലൂടെ പരിഹരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഭാവി തലമുറയിലേക്ക് അത് ഉപകാരപ്പെടുള്ളൂ എന്നുള്ള ഒരു ഐഡിയ ഒക്കെയാണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ പ്രസംഗത്തിൻ്റെ രംഗങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു തീം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. കുറേയൊക്കെ ഇതിലെ കഥ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതിലെ തീംസ് ആയിട്ട് വരുന്നത്. ആദ്യത്തേത് റിലീജിയസ് ടെൻഷൻ. The body mix-up acts as a catalyst, exposing underlying religious friction within the community. റിലീജിയസ് ടെൻഷനകത്ത് പറയുന്നത്, ഇവിടെ മൃതദേഹം മാറിപ്പോകുന്ന ഈ സംഭവം കൊണ്ട് മാത്രമല്ല അവിടെ ഒരു കലാപത്തിന്റെ സാഹചര്യം ഉണ്ടാവുന്നത്, മറിച്ച് അതൊരു കാരണം മാത്രമാണ് ആവുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ സമൂഹത്തിനകത്ത് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ഈ മതപരമായിട്ടുള്ള ഒരു സംഘർഷവും വേർതിരിവും നിലനിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഈ സെനഗലിനെയും അതുപോലെ തന്നെ പൊതുവിൽ ആഫ്രിക്കയും നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഫോറിൻ എയ്ഡ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീമാണ്. ഗുവൽ വാസ് ക്രിട്ടിക് ഓഫ് ഫോറിൻ എയ്ഡ് ആസ് ക്രിയേറ്റിംഗ് ഡിപ്പെൻഡൻസ് ആൻഡ് ഹിൻഡറിംഗ് ലോക്കൽ ഡെവലപ്മെന്റ് ഈസ് എ സെൻട്രൽ തീം. ഗുവൽ വാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മരണപ്പെട്ടിട്ടുള്ള പിയറിന്റെ ഒരു വിളിപ്പേരാണ്.
നോബിൾ മാൻ അല്ലെങ്കിൽ മാന്യനായ വ്യക്തി എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്യൻ അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സഹായം വാങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഗവൺമെൻറ് ആ രാജ്യങ്ങളുടെ കളിപ്പാവ പോലെ ആവും എന്നുള്ളതും അവരെ സ്വാധീനിക്കുമെന്നുള്ളതും മാത്രമല്ല ഇവരുടെ കൾച്ചറിന് തന്നെ അത് ദോഷകരമാണെന്നുള്ളതും, ഇങ്ങനെ എപ്പോഴും മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ യാചിക്കാനും കൈ നീട്ടാനുള്ള ടെൻഡൻസി വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവും എന്നുള്ളതും, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാതെ അവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അവർ തന്നെ സ്വയം പരിഹരിക്കുകയും ഒരു സ്വയം പര്യാപ്തത നേടുകയുമാണ് വേണ്ടത് എന്നുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാരക്ടർ നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ രംഗക്കുണ്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഈ സിനിമയ്ക്കകത്ത് പ്രധാനമായിട്ടൊരു തീമാണ്. മറ്റൊന്ന് വരുന്നത് ബ്യൂറോക്രാറ്റിക് ഒബ്സ്റ്റിക്കിൾസ് ആണ്. ദ ഫിലിം സെറ്ററൈസസ് ദി ഇൻഎഫിഷ്യൻസി ആൻഡ് ഫ്രസ്ട്രേഷൻ കോസ്ഡ് ബൈ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ്. മറ്റൊന്ന് ഈ ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാവുന്നത്. ആ രീതിയിൽ അവിടുത്തെ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒരു പോരായ്മയെ കുറിച്ചിട്ടൊരു തീമും നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് യൂണിറ്റി വേഴ്സസ് ഡിവിഷനാണ്. Despite the challenges, the movie emphasized the importance of overcoming religious and cultural divides for a peaceful society. അപ്പോൾ ഇവർ തമ്മിലൊരു ഡിവിഷൻ ഉണ്ടെങ്കിലും സിനിമയ്ക്ക് അവസാനം നമ്മൾ കാണുന്നത് അവർ സമാധാനപരമായിട്ട് തന്നെ അവിടുന്ന് പിരിയുന്നു എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്തുമത പുരോഹിതൻ്റെയും അതുപോലെ തന്നെ ഈ പള്ളിയിലെ ഇമാമിൻ്റെയും റോളുകൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രണ്ടുപേരും പരമാവധി അവിടെ സമാധാനം ഉണ്ടാക്കുന്നതിനും യുക്തിപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിൽ ഈ സമൂഹത്തിനകത്ത് ഒരു യൂണിറ്റിയുടെ ഒരു തീം കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.